വിജയത്തിന്റെ മർമ്മമറിഞ്ഞ പെൺതിളക്കങ്ങളുടെ വേദി ഇത് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ മലയാളിത്തമുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വിനയ പ്രസാദ്. സോ ലെറ്റ്സ് വെൽക്കം വിനയ പ്രസാദ്. എന്തായാലും റെഡ് കാർപ്പറ്റിലേക്ക് സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. ആദ്യമേ തന്നെ നമ്മുടെ ഈ ഷോന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ചേച്ചിമാര്, അമ്മമാര്, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണ്. ചേച്ചിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിൾ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം അല്ലെ. അതായത് കല്യാണം കഴിഞ്ഞ് ഭാര്യയായി, അമ്മയായി, കുഞ്ഞിന് 1 വയസ്സുള്ളപ്പോഴാണ് കന്നഡ സിനിമയിലെ നായികയായിട്ട് എത്തുന്നത്. അതെ. അപ്പൊ എങ്ങനെയാണ് ചേച്ചി ആ ഒരു അവസരം തേടി വന്നത്? തേടി വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു സിനിമ ഓഫർ വന്നിരുന്നു. പക്ഷെ ഞാൻ ഡിഗ്രി തീരാതെ ഡിഗ്രി കഴിയാതെ ഞാനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ വളരെ ആക്റ്റീവായിരുന്നു. പ്ലേസും പിന്നെ ഡിബേറ്റിങ്ങും പിന്നെ നാടകവും പിന്നെ മ്യൂസിക്കും എല്ലാത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് ദൂരദർശൻ അല്ലാതെ വേറൊരു ചാനലൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ദൂരദർശനിൽ ഒരു സീരിയലാണ് വന്നത്. അപ്പോൾ അത് ഭയങ്കര ഹിറ്റായി. അത് കണ്ടിട്ടാണ് അതിൻ്റെ ഡയറക്ടർ ഫണി രാമചന്ദ്ര എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. അവർ നമ്മുടെ സിനിമയ്ക്ക് നായികയായിട്ട് ഈ സ്ത്രീയാണ് വേണ്ടതെന്ന് തേടി വന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, സാറേ നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഗ്ലാമറൊന്നും എന്നിലില്ല. ഞാനൊരു അമ്മയാണ്. ഒരു വയസ്സ് കുഞ്ഞുണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ 1 വയസ്സ് കുഞ്ഞുണ്ട്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഗ്ലാമറിനെ തേടി പോകണമായിരുന്നെങ്കിൽ വേറെ ആളെ തേടി പോകാമായിരുന്നു. പക്ഷെ അതല്ല, നമുക്ക് ആ സീരിയലിൽ ചെയ്ത പെർഫോമൻസ് ചെയ്താൽ മതി, അങ്ങനെയാണ് ലുക്സ് വേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെയാണ് കയറിയത്. പിന്നെ ആദ്യത്തെ ഫിലിം തന്നെ ദ നെയിം വാസ് ഗണേശന മധുവേ. ഗണേശന മധുവേ മീൻസ് ലോർഡ് ഗണേശാസ് മാരേജ്. ഗണേശന് ഒരിക്കലും കല്യാണം അല്ലേ. പിന്നെ ഇപ്പോഴും അതൊരു സ്ട്രെസ് ബസ്റ്റർ മൂവിയാണെന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സിനിമയിൽ കയറി വന്നത്. അതെ. അപ്പൊ നമ്മൾ വിചാരിക്കാത്ത ഒരു സിനിമയിൽ നമ്മൾ പ്ലേസ് ആയി, അത് ഇത്രയും വലിയ സക്സസ് ആയി അല്ലേ. ആൻഡ് ചേച്ചിയുടെ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നത്, അതായത് നല്ല രസമുണ്ട് കേട്ടോ സംസാരം കേട്ടിരിക്കാൻ, ഭയങ്കര രസമുണ്ട്. ഒരു കുഞ്ഞു കുട്ടി നമ്മുടെ അടുത്ത് അങ്ങനെയാണോ അങ്ങനെ തോന്നുന്നു എനിക്ക്, നല്ല ക്യൂട്ടായിട്ട്. അപ്പൊ ആദ്യത്തെ നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പെരുന്തച്ചൻ. അതിലേക്ക് വരുമ്പോ മലയാളം ഒട്ടും അറിയില്ലായിരുന്നല്ലോ. ഒരു അക്ഷരം പോലും അറിയില്ലായിരുന്നു. ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ, അതായത് മലയാളത്തിന്റെ ഒരു ലെജൻഡ് റൈറ്റർ ആണ് അദ്ദേഹം, MT സാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സിനിമയില്. ആൻഡ് പെരുന്തച്ചൻ ഇപ്പോഴും മലയാളത്തിന്റെ ഒരു നാഴിക കല്ലാണ് ആ സിനിമ. എങ്ങനെയാ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തത്? എന്ന് സെലക്ട് ചെയ്തത് തന്നെ ലുക്സും മലയാളിയെ പോലെയാണ്. ഒരു ചുരുണ്ട മുടിയും നല്ല വിടർന്ന കണ്ണുകളും അങ്ങനെയാണ് എന്നെ കാസ്റ്റിംഗ് ചെയ്തത്. പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോ ഈ തമ്പുരാട്ടിയുടെ ഒരു ഇതാണ്, റോളാണ്. ഡ്രസ്സൊക്കെ ചെയ്തു. അപ്പൊ നമ്മുടെ തമ്പുരാട്ടി പെർഫെക്റ്റ് ആയി എന്നൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. ഫസ്റ്റ് ഷോട്ട് എടുക്കാനായിട്ട് എല്ലാം റെഡിയായി നിന്നു. അപ്പൊ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് കിട്ടുന്നില്ല ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ദിവസം തന്നെ ഇത്രയൊക്കെ കൊടുത്താൽ എനിക്ക് പറ്റുന്നില്ലേ, എനിക്ക് 1 ദിവസം കൂടി സമയം തരുമോ, ഞാൻ ഇത് ബൈഹാർട്ട് ആക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. എന്നിട്ട് അന്ന് രാത്രി ഇതില് MT വാസുദേവൻ നായർ സർ വന്നു ആ സെറ്റിലേക്ക്. അപ്പൊ അവർ കിട്ടിയല്ലോ. പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് ഇതിന്റെ പങ്ക്ച്വേഷൻസ് ഒന്ന് ഇട്ടുതരണം, എങ്ങനെയാ പറയേണ്ടത്, ആ ഡയലോഗ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ സാർ ഒരു 6 മണിക്കൂർ ഇരുന്നിട്ട്, എന്റെ ഭാഗ്യം നോക്കിയ സാറിന്റെ ഒപ്പം അവിടെ തന്നെ ഇരുന്നിട്ട് എല്ലാ ആ വഴികളിലുള്ള ഭാവവും പിന്നെ പങ്ക്ച്വേഷൻസ് എല്ലാം ഇട്ട് തന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഒറ്റ ഷോട്ടിലാണ് അത് ഓക്കെ ആക്കിയത്. എല്ലാവരും ഞെട്ടിപ്പോയി കാണുമല്ലേ. ഞെട്ടിപ്പോയി. എങ്ങനെയാന്ന് പ്രൊനൗൺസിയേഷൻ പോലും ശരിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഒരുപാട് കാലം ഉറങ്ങിപ്പോയാൽ ആ ഉറക്കത്തിൽ എന്റെ ഡ്രീമിൽ പോലും ഈ ഡയലോഗ് വന്നോണ്ടിരുന്നു. അത് ശരി. ചേച്ചി, നമുക്ക് ആ ഡയലോഗ് ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം, ട്രൈ ചെയ്യാം. യെസ്. നിയമം തെറ്റിക്കണമെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു. 16 കൊല്ലവും 12,000 പണവും ചെലവാകും വരെ കാത്തു നിൽക്കേണ്ടിയിരുന്നില്ല. അനുഗ്രഹിച്ചവരുടെയൊക്കെ ശാപവും ഏറ്റി വാങ്ങിയാലേ തൃപ്തിയാവുന്നുണ്ടോ?
ഇപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട്. എല്ലാം ഉണ്ട്. അടിപൊളി. താങ്ക് യു ചേച്ചി. ആ സമയത്ത് കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ട് അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും ഉണ്ടോ ആ സിനിമയിൽ നിന്ന് കിട്ടിയ? മലയാളം. മലയാളം അന്ന് മുതലാണ് മലയാളം എന്ന് പറയുന്നത് ഫ്രണ്ടിനെ കിട്ടിയത്. ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു. ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു. പിന്നെ വായിക്കാനും അറിയാം കേട്ടോ. ഇപ്പൊ വായിക്കാനും അറിയാം, സംസാരിക്കാനും അറിയാം. അപ്പൊ തന്നെ പഠിച്ചു. എഴുതാൻ കുറച്ചൊക്കെ അറിയാം. ഈ ഓട്ടോഗ്രാഫ് ഒക്കെ, ശുഭാശംസകൾ, വിനയ പ്രസാദ് എന്നൊക്കെ എഴുതാൻ അറിയാം. അപ്പൊ നമുക്ക് കുറെ വിശേഷങ്ങൾ ഇനി കേൾക്കാനുണ്ട്. അത് നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു അടുത്തൊരു എപ്പിസോഡിൽ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ കണ്ടസ്റ്റന്റ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. വയലിനിസ്റ്റ് ആണ്, ഒരു കുടുംബിനിയാണ്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അത്രയൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ട് കലയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം പാർവതി വെങ്കിടാചലം. പാർവതി ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. വിനീ ചേച്ചി കണ്ടതിൽ ഒരു എക്സ്ട്രാ ഒരു സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. തിരിച്ച് എനിക്കും. അപ്പൊ ചേച്ചിയുടെ അതായത് ഈ അധ്യാപക ആയിട്ടുള്ള 21 വർഷത്തെ ആ ജീവിതം, ആ ഒരു ജേർണി, വയലിനോടുള്ള ഇഷ്ടം, ഇതൊക്കെ എങ്ങനെയാണെന്ന് കുഞ്ഞിലേ മുതൽ ആണോ പഠിക്കാൻ തുടങ്ങിയത്? അല്ല, ശരിക്കും പറഞ്ഞാല് സ്കൂളിൽ പഠിക്കുന്ന സമയം ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു. ഓ അത് ശരി. അറിയില്ല. ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. ഭയങ്കരമായിട്ട് വീട്ടില് ശല്യപ്പെടുത്തി, ഗേറ്റ് ചാടി ഓടിപ്പോകും, പുറത്തേക്ക് പോവുക. ശരി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥിതി വന്നപ്പം വെക്കേഷൻ തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞു എനിക്ക് പറ്റില്ല, വീട്ടില് വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല, ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. അടുത്തൊരു ചിൽഡ്രൻസ് ലൈബ്രറി ഉണ്ട്, അവിടെ കൊണ്ടുപോയി പാട്ടിന് ചേർത്തു, ഡാൻസിനൊക്കെ ചേർത്തു. ഞാൻ ആ ക്ലാസ്സുകളിലൊന്നും കയറൂല. പാട്ട് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് കഷ്ടപ്പെട്ട് കുറച്ചു നേരം ഇരിക്കും. അത് കഴിഞ്ഞ് നേരെ ഈ വയലിൻ ക്ലാസ്സിൽ വന്നിരിക്കും എപ്പോഴും. അവിടെ ഒരു കലാക്ഷേത്രം മാത്യു എന്നൊരു അധ്യാപകനാണ്. അദ്ദേഹം എന്താ പറയുക, കുട്ടികളെ ഭയങ്കര ഒരു സ്നേഹിച്ചാ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറയാം എനിക്ക് ഈ സാറിൻ്റെ അടുത്ത് പഠിച്ചാൽ മതി. 10 വയസ്സുള്ളപ്പം അങ്ങനെയാണ് വയലിൻ ക്ലാസ്സിൽ തുടങ്ങിയത്. പിന്നെ സ്കൂൾ പഠനം ഇച്ചിരി കൂടുതലായപ്പം എന്നാൽ നിർത്താം മതി. പക്ഷേ എനിക്ക് വയലിൻ പഠിക്കാൻ താല്പര്യം വന്നു. ഞാൻ ഒരു 8th സ്റ്റാൻഡേർഡ് ആയപ്പോൾ തന്നെ അരങ്ങേറ്റം നടത്തി. കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം തിരുവനന്തപുരം മ്യൂസിക് കോളേജിൽ പോയി ഗാനഭൂഷണം, അത് കഴിഞ്ഞ് ഗാനപ്രവീണ, എല്ലാ കോഴ്സുകളും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എല്ലാത്തിലും. ഇപ്പോ ഈ അമ്മയും അച്ഛനും പ്രോത്സാഹിപ്പിക്കുന്നത് വലിയ ഇതൊന്നുമല്ല. അവര് മക്കൾക്കുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അത് പ്രോത്സാഹിപ്പിക്കും. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അതിന്റെ വാല്യൂ എങ്ങനെയാണ്. അവരുടെ സപ്പോർട്ട് കിട്ടിയിരുന്നില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. മാഡം പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഫാദറിൻലോ ആണെങ്കിലും മദറിൻലോ ആണെങ്കിലും അതുപോലെ ഹസ്ബൻഡ്, എന്താ പറയാ, സംഗീതം കഴിഞ്ഞിട്ട്, അതായത് എൻ്റെ ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യേയില്ല. പേര് പറയൂ ചേട്ടാ. എന്റെ പേര് വെങ്കടാചലം. പ്രൊഫഷൻ എന്താണ്? എനിക്ക് കേറ്ററിംഗ് ആണ്. ചേട്ടൻ പാടും എന്തെങ്കിലും കലാപരമായിട്ട്? സംഗീത ആസ്വാദനം മാത്രമേ ഉള്ളൂ. പിന്നെ സംഗീതം ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട് സംഗീതം. മോള് വയലിൻ വായിക്കും. മോളുടെ പേര് ലളിത പാർവതി. ലളിത പാർവതി. കീബോർഡ് വായിക്കും. മോൻ മൃദംഗം വായിക്കും. അങ്ങനെ. അപ്പം ഈ സംഗീതം ഇനി എല്ലാവർക്കും അങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് ആ പെർഫോമൻസ് അങ്ങ് കണ്ടു കളയാം. എല്ലാവരും കാത്തിരിക്കുന്ന, ആകാംക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. റെഡിയല്ലേ? ഏതാണ് ആദ്യം വായിക്കുന്നത്? ഞാൻ വായിക്കാൻ പോകുന്നത് മണിച്ചിത്രത്താഴ് സിനിമയിലെ ഒരു മുறை വന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വിനയ് ചേച്ചിക്കുള്ള ഒരു ഡെഡിക്കേഷൻ ആയിരിക്കും അല്ലേ? ഡെഡിക്കേഷൻ ആണ്. ഹസ്ബൻഡ് എന്നും പറയും, ഒരു പ്രാവശ്യം അവിടെ ടൂർ വന്നപ്പോ ഈ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഷൂട്ടിങ്ങിൽ നേരിട്ട് കണ്ട വ്യക്തിയാണ് അദ്ദേഹം. ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോ ഞാൻ ആ സ്പോട്ടിൽ ഉണ്ട്. ആ ഷൂട്ടിംഗ് അന്ന് ഞങ്ങള് ടൂർ ഇത് കന്യാകുമാരിയൊക്കെ കാണാൻ വന്നപ്പോ അവിടെ വന്നതാണ്. അപ്പൊ അന്ന് ഇത്ര ഷൂട്ടിങ്ങിന് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത സമയമാണ്. അപ്പൊ ആ ചെറിയ തിണ്ണയിലെല്ലാം ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ റൂമിൽ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്തിട്ട് തിരിച്ചിങ്ങനെ വന്ന് നിൽക്കണം. അപ്പൊ ഇങ്ങനെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കും. അദ്ദേഹം ഇങ്ങനെ നടന്നു വന്ന് ആ ഉത്തരത്തിൽ കയ്യിലും വെച്ച് നിൽക്കും.
സുബീഷ് ഇങ്ങനെ താഴെ ഇരിക്കും. ഒരു സീൻ ഇങ്ങനെ ഫാസിൽ സാർ പറഞ്ഞു കൊടുക്കണു, ഇവർ അഭിനയിക്കണു. ഭയങ്കരമായിട്ട് ഞങ്ങൾ ഭയങ്കര ആസ്വദിച്ച ഒരു രംഗമാണ്. അയ്യോ, നല്ലൊരു വിശേഷം അല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിശേഷം കേട്ടു.